Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today, we'll be dealing with the topic language acquisition versus learning. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിനെ പറ്റിയിട്ടാണ് ESL അല്ലേ. അപ്പോൾ എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു, അത് പഠിക്കുന്നതിലുള്ള മേജർ ചാലഞ്ചസ് അല്ലെങ്കിൽ അതിന് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ, എന്താണ് ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ അതായത് ഒരു വയസ്സ്, നേരത്തെ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കണം, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടിയോട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കണം. നാച്ചുറലി ദ ചൈൽഡ് ലേൺസ് മലയാളം അല്ലേ. അവിടെ എന്താണ്, തനിയെ മലയാളം പഠിക്കണു അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ മോനോട് മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷും സംസാരിക്കുകയാണ്, ഹിന്ദിയും സംസാരിക്കുകയാണെങ്കിൽ ആ പ്രായത്തിൽ തന്നെ 2-3 ലാംഗ്വേജ് എൻ്റെ മോൻ നേടുന്നുണ്ട് അല്ലെ, ആ ഒരു ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. ഇനി അതേസമയം ഒരു 5-6 വയസ്സ് കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ് ഒരു കുട്ടി. ആ കുട്ടി പഠിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള മലയാളം മാത്രമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടി സ്കൂളിലേക്ക് ഒരു 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ പോവുകയാണ്. ഈ 5 വയസ്സ് 6 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എന്താണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കും അല്ലേ സ്കൂൾസിൽ, ഹിന്ദി പഠിപ്പിക്കും. മലയാളം നമ്മൾ പറയാൻ പഠിച്ചത് എങ്ങനെയാ? ആരെങ്കിലും നമ്മളെ ഇരുത്തി മലയാളം പറയാൻ പഠിപ്പിച്ചോ? ഇല്ല, നമ്മളത് നാച്ചുറലായിട്ട് കേട്ട് അങ്ങോട്ട് പഠിച്ചു. പക്ഷെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വരുമ്പോൾ എന്തായി, നമ്മളൊരാൾ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു കോളേജിലോ സ്കൂളിലോ ഒക്കെ പോയി നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുകയാണ്. ഒരു ടീച്ചർ കുട്ടീനെ ഇരുത്തി ഇതാണ് ഇതിലെ ഗ്രാമർ. നമ്മൾ മലയാളം പറയാൻ പഠിച്ചത് ഗ്രാമർ പഠിച്ചിട്ടാണോ? ഉപമയും ഉൽപ്രേക്ഷയൊക്കെ പഠിച്ചിട്ടാണോ നമ്മൾ മലയാളം, അല്ലെങ്കിൽ അതിൻ്റെ ടെൻസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ മലയാളം പറയാൻ പഠിച്ചത്? അല്ല. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ടെൻസസ് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നു, പ്രപ്പോസിഷൻ പഠിക്കുന്നു, ആർട്ടിക്കിൾ പഠിക്കുന്നു അല്ലേ. ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരത്തിലേക്ക് കിടക്കുന്നത് അല്ലേ. ഇതാണ് ലാംഗ്വേജ് ലേണിങ്ങും അക്വിസിഷനും തമ്മിലുള്ള വ്യത്യാസം. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ടേക്കിംഗ് എനി എഫേർട്ട്. ഇറ്റ് ഈസ് ഗെയിൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് നാച്ചുറലി. നമുക്കത് തനിയെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ അറിയാതെ കണ്ട് നമ്മളത് നേടിയെടുക്കണം നോളേജ്. നേരെ മറിച്ച് ലേണിംഗ് ആവുമ്പോഴോ ഇറ്റ് ഈസ് ഗെയിൻഡ് ത്രൂ സ്ട്രക്ചേർഡ് സ്റ്റഡി ആൻഡ് ടീച്ചിങ് അല്ലെ. അവിടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസും ഒക്കെ വെച്ചിട്ടുള്ളൊരു പഠനമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, യൂഷ്വലി അപ്ലൈസ് ടു ഡെവലപ്പിംഗ് ഫ്ലുവൻസി ഇൻ വൺസ് മദർ ടങ് അല്ലേ. നമ്മൾ വീട്ടിൽ മലയാളം പറയണു, മലയാളം അത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. നേരെ മറിച്ച് ലേണിംഗ് എങ്ങനെയാണ്, അത് സെക്കൻഡ് ലാംഗ്വേജ് പലപ്പോഴും നമുക്ക് അക്വിസിഷൻ അല്ല. അതുകൊണ്ടാണ് അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ലേണിംഗ്, വി ആർ ഗെയിനിങ് ദ നോളേജ് ത്രൂ ലേണിംഗ് അല്ലേ. ഇനി ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അക്വിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിലാണ് സാധാരണ നടക്കുക. ലേണിംഗ് എന്ന് പറയുമ്പോഴോ അതൊരു 6 വയസ്സൊക്കെ കഴിഞ്ഞ് ടീനേജിലും ഈവൻ അഡൾട്ടിലും ഏത് പ്രായത്തിലും ലേണിംഗ് ഒരു 6 വയസ്സിന് ശേഷം എപ്പോൾ വേണേലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും മിക്കപ്പോഴും, എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ മിക്കപ്പോഴും മോസ്റ്റ്ലി ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഇനി ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും നേരം പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എൻ അൺകോൺഷ്യസ് പ്രോസസ് അല്ലെ. ഇറ്റ് ഹാപ്പൻസ് എഫേർട്ട്ലെസ്ലി. അതിനകത്ത് നമ്മൾ എഫേർട്ട് എടുക്കണില്ല അല്ലെ. മോനെ നമ്മുടെ അടുത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ മോന് നമ്മുടെ അടുത്തേക്ക് ഓടി വരും അല്ലേ. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും അല്ലേ, എന്താണ് അമ്മ പറയണ മോനോട്. അല്ലെങ്കിൽ മോന് വിശക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്, അത് പഠിക്കുകയല്ല. വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ബൈഹാർട്ടിരുന്ന് പഠിക്കണില്ല കുട്ടി അല്ലേ. അല്ലെങ്കിൽ അമ്മയെ വിശക്കണൂന്ന് കുറച്ച് കഴിയുമ്പോൾ, ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികൾ അങ്ങനെ പറയാൻ തുടങ്ങും അല്ലേ. അമ്മ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ, അമ്മ എനിക്ക് ഇത്ര വെള്ളം തരുമോ എന്നൊക്കെ ചോദിക്കും അല്ലേ. ഇതൊക്കെ കുട്ടി വിശപ്പ് ഇസ് ഇക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സിനോണിംസ് ഒന്നും ഇരുന്ന് പഠിക്കണില്ല കുട്ടി, തനിയെ അത് ഗ്രാജുവലി പഠിക്കുകയാണ്. സോ ഇറ്റ് ഹാപ്പൻസ് എഫേർട്ട്ലെസ്ലി. നേരെ മറിച്ച് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഹംഗ്രി
വിശപ്പ് അല്ലെ, തേഴ്സ്റ്റി ദാഹം അല്ലെ, അല്ലെങ്കിൽ ദാഹിക്കുന്നു, ഇങ്ങനെ ഇരുന്ന് പഠിക്കണം. അവിടെ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അതാണ് അക്വിസിഷനും ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം. ഇനി സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗിൽ ഉള്ള മേജർ പോയിന്റ്സ് അല്ലെങ്കിൽ മേജർ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് L1 L2 കണക്ഷൻ ആണ്. അതായത് അവിടെ ഒരു മെന്റൽ ടഗ് ഓഫ് വാർ ഉണ്ട് ഒരു നമ്മുടെ ഉള്ളിൽ. അതായത് നമുക്ക് മലയാളം ഞാൻ പറയും, മലയാളം ഞാൻ തകർക്കും, പക്ഷെ സെക്കൻഡ് ലാംഗ്വേജ് അയ്യോ ഇംഗ്ലീഷ് അത്ര ഞാൻ സ്ട്രോങ് അല്ല അല്ലേ. അപ്പൊ ആ ഒരു മെന്റൽ ടഗ് ഓഫ് വാർ, അവിടെ ആ ഒരു L1 L2 കണക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് L2-ല്, അതായത് L2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, L1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പലപ്പോഴും മദർ ടങ് ആയിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷൊക്കെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്തവരത് കേൾക്കാം. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കെപ്പോഴും പേടിയില്ല, നമ്മൾ വീക്കായിട്ടുള്ള ഒരു സെക്ഷനാണ് അല്ലേ. അപ്പം അവിടെ നടക്കുന്ന ആ ഒരു ടഗ് ഓഫ് വാർ, അത് നമുക്കൊരു ഇഷ്യൂ തന്നെയാണ് അല്ലേ. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിൾ ആണ്. അതായത് അയ്യോ ഞാനതിൽ വീക്കാണ് എന്നുള്ളൊരു ഫീല്. ഇനി എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് എന്താ അവിടെ പറയുന്നത്? നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട്. ഒന്ന് കോൺഷ്യസ് ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലേ, റൂളൊക്കെ വെച്ച് അങ്ങനെ നമുക്ക് പഠിക്കാം. അതാണ് എക്സ്പ്ലിസിറ്റ് സ്റ്റഡി. ഇനി ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ പഠിക്കണം. നമ്മളൊരു നാട്ടിൽ പോയി ആ നാട്ടിലെ ഭാഷ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അതെന്താണ്, അത് സബ് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ എഫേർട്ട്ലെസ്ലി നമ്മൾ അറിയാതെ കണ്ട് നമുക്ക് നടക്കുകയാണ്. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് എന്താണ്, കോഡ് കമ്മ്യൂണിക്കേഷൻ ഡിലേമ അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, നമ്മൾ മലയാളം പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ മലയാളം പറയുമ്പോൾ ഇപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ ആരെങ്കിലും പറയോ അയ്യോ നിങ്ങളുടെ മലയാളം ശരിയല്ലാട്ടാ, നിങ്ങളുടെ മലയാളം ഗ്രാമർ തെറ്റിയിട്ടാ എന്ന് പറയോ? ഇല്ല. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തിയാലോ, അതിന് ഇംഗ്ലീഷൊന്നും അറിയില്ല, അതിന് ഗ്രാമർ ഒന്നും അറിയില്ല എന്ന് പറയും അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു കോൺഷ്യസ് ആവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ റൂള് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ഹി വന്നു അപ്പൊ ഈസ് വേണം, ആറ് പറയാൻ പറ്റില്ല അല്ലെ. ദേ വന്നു സബ്ജക്റ്റ്, അപ്പോൾ ആറ് വേണം, ഈസ് പറ്റില്ല അല്ലെ. അല്ലെങ്കിൽ ടെൻസസ്, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കോൺഷ്യസ് ആവണം അല്ലെ. അപ്പോൾ ആ കോഡില്, അതായത് ടെക്നിക്കൽ റൂൾസ് അല്ല, ഗ്രാമർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന പോലെ വേണം അത് പറയാൻ, അല്ലെങ്കിൽ ഇന്ന പോലെ വേണം ആ ലാംഗ്വേജ് പ്രൊഡക്ഷൻ നടക്കാൻ എന്നുള്ള ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ റൂൾസിനെയാണ് നമ്മൾ കോഡെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ്, ആ ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. അതായത് ടെക്നിക്കൽ റൂൾസും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഭാഷയും, അതായത് നമ്മൾ എന്താണോ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് അല്ലെ, ആ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് വേണം. നമ്മൾ ആ സംസാരിക്കുന്ന, അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ടെക്നിക്കൽ റൂൾസ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും സെക്കൻഡ് ലാംഗ്വേജിൽ. അപ്പൊ എന്താണ്, നമുക്ക് അവിടെ ആ ഒരു പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കില്ല, അല്ലെങ്കിൽ ഈ രണ്ടൊരു സംഗതികളും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതാണ് അവിടെ ഉള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഈ വീഡിയോയിലും മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് റെക്കണർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് തന്നെയാണ്. ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും സെക്കൻഡ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാർക്ക് പഠിക്കാനുള്ള ഒരു സിലബസിന്, 6th സെമസ്റ്റർക്കാരുടെ സിലബസിന് ഫസ്റ്റ് 2 മൊഡ്യൂൾസിലേക്കുള്ള അത്യാവശ്യത്തിന് കാര്യങ്ങൾ ഈ ബുക്കിൽ ഉണ്ട്. ഓക്കെ, ഇത് കാൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്റർക്കാരുടെ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക, ഈ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് പറയുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.